പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെയും സൗഖ്യമായും സമാധാനമായും ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ധ്യാനചിന്തയ്ക്കായിട്ടെടുത്ത വാക്യം പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 24-25 വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 2 വേഴ്സസ് 24 and 25. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. ദൈവം ചെയ്ത 3 കാര്യം ഈ 2 വാക്യങ്ങളിലായിട്ട് നാം കാണുന്നുണ്ട്. ദൈവം ഓർത്തു, ദൈവം കടാക്ഷിച്ചു, ദൈവം അറിഞ്ഞു. കർത്താവ് അവരോട് എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം അതുപോലെ ചെയ്തു കൊടുക്കുവാൻ കർത്താവ് സർവശക്തനാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, ചിലപ്പോൾ കൊച്ചു പിള്ളേർ, ഒരു 6-7 വയസ്സൊക്കെയുള്ള കൊച്ചുങ്ങൾ അമ്മയുടെ അപ്പൻ്റെ നേരെ പാർക്കിലൊക്കെ വെച്ച് വളരെ ഉച്ചത്തിൽ പറയുന്നത്, ബട്ട് യു പ്രോമിസ്ഡ്. ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബട്ട് യു പ്രോമിസ്ഡ്. ഹല്ലേലൂയ. അതായത് നല്ല കുട്ടിയായിട്ടിരുന്നാൽ ഇന്ന് വൈകിട്ട് പാർക്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം എന്നൊക്കെ ആയിരിക്കും. പ്രോമിസ് എന്ന വാക്ക് പലപ്പോഴും കോൺവെർസേഷനകത്ത് അവിടെയും ഇവിടെയൊക്കെ കാണാറുണ്ട്. നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ പ്രോമിസ് ചെയ്യും, പക്ഷെ അത് പാലിക്കത്തില്ല, അതായത് അതനുസരിക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം വ്യത്യാസമാണ്. ദൈവം ഒരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മോട് ഒരു നിയമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് തീർച്ചയായിട്ടും പരിപാലിക്കും. ഒരു പാട്ടുണ്ടല്ലോ, ഫാദർ എബ്രഹാം ഹാഡ് മെനി സൺസ് എന്ന് പറഞ്ഞ്. ആ പാട്ടിൻ്റെ പുറയിലുള്ള കാര്യമറിയാമോ? അത് സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങുന്ന ഒരു പ്രോമിസ് കൊണ്ടാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നിന്നിൽ നിന്ന് ഒരു രാഷ്ട്രം തന്നെ ഉളവാകും. ആ സമയത്ത് ആരുണ്ടായിരുന്നറിയാവോ? അബ്രഹാമിൻ്റെ കൂടെ അബ്രഹാമും തൻ്റെ ഭാര്യയും മാത്രം, സറ. അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് സ്കോളേഴ്സൊക്കെ ഈ പ്രോമിസിനെ വിളിക്കുന്നത് അബ്രഹാമിക് കവനൻ്റ് എന്നാണ്. അബ്രഹാമിന് അറിയത്തില്ല എങ്ങനെയാണെന്നോ എന്ന് ദൈവത്തിൽ നിന്നുള്ള ഈ പ്രോമിസ് പാസ്സാകും അല്ലെ ലഭിക്കും എന്നൊന്നും അബ്രഹാമിന് അറിയത്തില്ല. പക്ഷേ അതെല്ലാം സഫലമായി. സോ ഫാസ്റ്റ് ഫോർവേഡ് hundreds of years to Abraham's descendants living in slavery in Egypt. അവർ ദൈവത്തോട് നിലവിളിക്കുക. കാരണം കഠിനമായ വേല അവർ ചെയ്തുകൊണ്ടിരിക്കുക. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവേർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. ഈ വാക്യമാണല്ലോ കുറിവാക്യമായിട്ട് നമ്മൾ എടുത്തതും. ഹല്ലേലൂയ. ഈ സ്റ്റോറിയിൽ ഒരു റിമെമ്പർ മീ, ഗോഡ് റിമെമ്പർ മീ എന്നുള്ളൊരു പ്രയറല്ല കാണുന്നത്. കാരണം അവർ ദൈവത്തോട് പറയുന്നത്, ദൈവത്തോട് ബെഗ് ചെയ്യുന്നത് ഓർക്കണമെന്ന് പറയുക, ടു റിമെമ്പർ ദ. അപ്പോൾ കാരണം ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ട്,
അതുകൊണ്ട് അത് നിമിത്തം സഹായിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. ദൈവം തൻ്റെ പ്രോമിസിൻ്റെ നിവർത്തീകരണം അവരിൽ ചെയ്ത് കൊടുത്തു. അവരെ സ്ലേവറിയിൽ നിന്ന് വിടുവിച്ചു. വാഗ്ദത്ത നാട്ടിലേക്കുള്ള ഹല്ലേലൂയ യാത്ര, സ്ലേവറിയിൽ നിന്ന് രക്ഷപ്പെട്ട, അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവർക്ക് ചെയ്യുവാനിടയായി. 1000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം ആ പ്രോമിസ് എല്ലാം കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. വാഗ്ദത്തത്തെ ഓർത്ത ദൈവം, വാഗ്ദത്തം ചെയ്ത ദൈവം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അബ്രഹാമിനുള്ള നിയമം ഓർത്ത്, നമുക്കറിയാം ഇസ്രയേൽ എന്ന നേഷൻ ഹല്ലേലൂയ പ്രത്യക്ഷപ്പെടുവാനിടയായി. കുഞ്ഞെ, നീ ദൈവവുമായിട്ട് സമയം ചിലവഴിക്കുമ്പോൾ നിന്നോടവൻ പറഞ്ഞിരിക്കുന്ന പ്രോമിസ് നീ ഒന്ന് ഓർക്കണം കേട്ടോ. വളരെ ശരി തന്നെയാണ്, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. നീ ആ പ്രോമിസസ് ദൈവത്തെ ഓർമ്മിപ്പിക്കണം. ബൈബിളിൽ അനേകായിരം പ്രോമിസസ് കിടപ്പുണ്ട്. ഞാൻ ചില പ്രോമിസസ് മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് എൻകറേജ്ഡ് ആകുവാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. ദൈവസ്നേഹത്തിൽ നിന്ന് ഒന്നിനും നിങ്ങളെ വേർപിരിപ്പാൻ കഴിയുകയില്ല. ദൈവം നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. അവൻ നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു പോകേണ്ട. ദൈവം നിനക്കായി യുദ്ധം ചെയ്യും. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കിക്കളയില്ല. നമുക്കറിയാമല്ലോ, ഈ ലോകത്തിലുള്ള ആരെങ്കിലും നമ്മളോട് ഒരു വാഗ്ദത്തം ചെയ്ത ശേഷം, ബൈബിളിൽ പഴയ നിയമത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഉടമ്പടി, കവനൻറ്റ്. അത് ദൈവം ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. നമ്മളോടൊരു കാര്യത്തിൽ ഉറപ്പ് തന്നിട്ട് അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തിട്ട് അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള, ആഗ്രഹിക്കുന്ന നമ്മുടെ ഫ്യൂച്ചർ പദ്ധതിയിലുള്ളൊരു വിഷയമാണെങ്കിൽ അത് ലഭിക്കാതെ വരുമ്പോൾ നിനക്കെങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും ആ വ്യക്തിയോട് നീ പോയി ചോദിക്കും, അല്ലേ? യെശയ്യാപ്രവചനത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ഇസ്ലാമിനെക്കുറിച്ച് മാത്രമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിട്ടുണ്ട് ദൈവം. എന്നാൽ അത് പ്രാപിക്കുന്നത് വരെ ദൈവത്തിന് അതിനെ പ്രശംസാ വിഷയമാക്കുവാൻ പദ്ധതിയുണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം ദൈവത്തെ ഓർമ്മിപ്പിക്കണം. ദൈവം അപ്പോൾ ചെയ്തു തരും. വാഗ്ദത്തത്തെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്, നിങ്ങളത് ഓർപ്പിക്കണം. ഇപ്പോഴും ചില പ്രോമിസസ് ലഭിക്കാതെ ഇരിപ്പില്ലേ? ധൈര്യമായിരിക്കും കുഞ്ഞെ. നീ അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ഓർപ്പിക്കുക. ദൈവം നിനക്കായി പ്രവർത്തിക്കും. ദൈവം നിനക്കായി അത് ചെയ്തു തരും. ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കുവാൻ ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ നിലനിർത്തുന്നതും ഞങ്ങളെ നിവരെ നിർത്തുന്നതും ഞങ്ങളുടെ കാലുകൾ ഇടറിപ്പോകാതെ മുന്നോട്ട് വെച്ചുകൊണ്ട് ദൈവീയ പ്രോമിസസിലെ വാഗ്ദത്തങ്ങളിൽ ഉറപ്പിച്ച് മുന്നോട്ട് നടപ്പാൻ നീ കാണിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ മറന്നു പോകുന്നവരായിട്ട്, വാഗ്ദത്തങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ സങ്കടപ്പെട്ട് പുറപുറത്ത് പോകുന്നവരായിട്ടൊക്കെ തുറന്നു പോയിട്ടുണ്ട് കർത്താവേ. എന്നാൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, വാക്ക് പറഞ്ഞവൻ വിശ്വസ്തൻ. അവനതുപോലെ തന്നെ അത് ചെയ്യും, അവൻ യോജിപ്പിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവസന്നിധിയിൽ ജീവിപ്പാൻ, ജയജീവൻ നയിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്ന് മനസ്സിലാക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളതിൻ്റെ ദയ വലുതായിരിക്കുന്ന നിമിത്തം
വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണം കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങളെ ഇടയാക്കുമാറാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.